അസ്സലാമലൈക്കും. ഞാൻ അമിന ഷമീർ തൃശൂർ. വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം വേദന തോന്നിയ കുറച്ച് വീഡിയോസ്, ആ വീഡിയോസ് ഞാൻ ഇതിനിടയിലൂടെ കാണിക്കാം. നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ അല്ലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ അങ്ങനെയും പറയാം. ഇനി നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആളുകളും ഇതിന്റെ കൂടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവം? നമ്മുടെ കുഞ്ഞു മക്കളെ അവരുടെ കൈകളിലുള്ള വാനിറ്റി ബാഗുകളിലോ ചാക്കുകളിലോ പ്ലാസ്റ്റിക് കുത്തി നിറയ്ക്കുന്ന പോലെ നിറച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ വേദനയാണ് തോന്നിപ്പോയത്. കാരണം യാചനയുടെ പേരിലാണ്, യാചിക്കുക അല്ലെങ്കിൽ യാചന തൊഴിലാക്കിയ ആളുകളാണ് ഇത്തരത്തിൽ വന്നു പോകുന്നത്. എനിക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ യാചന ഒന്നങ്ങ് നിരോധിച്ചാൽ എന്താ വരാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ യാചന നിരോധിത മേഖലകളൊക്കെ ഉണ്ട്, പക്ഷെ വീടുകളിൽ വന്ന് ആർക്ക് വേണമെങ്കിലും യാചിക്കാം. പക്ഷെ നമ്മുടെ മക്കള് നഷ്ടപ്പെടുന്ന ഒരു നിമിഷം പല ആളുകൾക്കും പല അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കുഞ്ഞു മക്കള് റാഞ്ചി, അതായത് പരുന്തുകള് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന പോലെയാണ് മക്കളെ റാഞ്ചി കൊണ്ടുപോകുന്നത്. എന്തൊരു മനസ്സമാധാനമാണ് ഇന്നത്തെ മാതാപിതാക്കൾക്കുള്ളത്? ഒരു മനസ്സമാധാനവും ഒരു കാലത്ത് നമുക്ക് കിട്ടാത്ത രീതിയിലാണ് നമ്മുടെ മക്കള് റാഞ്ചി കൊണ്ടുപോകുന്നത്. വീടുകൾ എത്ര വളർന്നാലും അപ്പോഴുണ്ടാവുന്ന ആ ഒരു നഷ്ടവും അപ്പോഴുണ്ടാവുന്ന ഒരു സങ്കടവും നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാ? യാചക നിരോധിത മേഖലകളല്ല നമുക്ക് വേണ്ടത്. മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ യാചനയെ നിരോധിക്കുക. ആവശ്യക്കാരെ അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് അന്നം എത്തിക്കുന്ന ഒരു രീതി നടപ്പിലാക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾ രക്ഷപ്പെടില്ലേ? നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കള്. നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കളെ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഒരു നാട് മുഴുവൻ നമ്മുടെ മക്കൾക്ക് കാവൽക്കാരായിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അല്ലെ? അതൊരു വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. അത് കണ്ടപ്പോ മുതലുള്ള ഒരു സങ്കടമാണ്. കാരണം കുഞ്ഞു മക്കളെ അതൊരു ഡെമയാണോ എന്തോ ആയിക്കോട്ടെ, ഇത്തരത്തിലൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മള് താലോലിച്ച് ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളെ അല്ലെ ഒരു വിയർപ്പും ഒരു വിലയും കൽപ്പിക്കാതെ നമ്മുടെ മക്കളെ റാഞ്ചി കൊണ്ടുപോയിട്ട് അവരുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ ക്ഷതം വരുത്തിക്കൊണ്ട് അവരെ യാചനിക്കും, അതല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വിറ്റഴിച്ചുകൊണ്ട് അവരങ്ങ് സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗം എന്നല്ലാതെ ഇതിനെന്താണ് പേര് പറഞ്ഞു വിളിക്കുക? നമ്മൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഒരു മുറവിളികളൊന്നും നമ്മൾ എവിടെയും കാണുന്നില്ല. കുറെ വാട്സപ്പ് മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? കുറെ വാട്സപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ആ വീഡിയോകൾ ഞാൻ എന്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വല്ലാത്ത വിഷമം തോന്നി. നമ്മുടെ വീടുകളിൽ ഇടയിലേക്കൊന്നും ഒരു യാചകരെയും അടുപ്പിക്കരുത്. കാരണം അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം ഇതില്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അർഹതപ്പെട്ട ആളുകൾക്ക് പോലും അന്നം വിളമ്പാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുള്ള ഒരു നടപടി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം അല്ലേ? ഒരുപാട് നിയമ ഭേദഗതികളൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് സുരക്ഷിതത്വമില്ല? ഒരാൾക്കുമില്ല സുരക്ഷിതത്വം. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കടപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ എന്ന് മാറിക്കിട്ടും? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം കാലങ്ങൾ കുറേയായി നമ്മളിത് കാണുന്നു അല്ലെ? നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ കള്ളന്മാരിറങ്ങി റാഞ്ചിക്കൊണ്ടുപോയിട്ട്, പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്നത് പോലെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് ഒരു വിവരവുമില്ലാതെ മക്കളെ പിന്നീട് കാണാൻ കഴിയാത്ത എത്രയോ മക്കള് അല്ലെ? എത്രയോ മാതാപിതാക്കളുടെ നൊമ്പരങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു. ഇനിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. വല്ലാത്തൊരവസ്ഥ.
ഈ ഒരു അവസ്ഥ മാറിയേ തീരൂ. ഇതിനു വേണ്ടി ആർക്കൊക്കെ കൈകോർത്ത് പിടിക്കാൻ പറ്റും അവരെല്ലാവരും അത് കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ആമിന ഷമീർ, തൃശൂർ.